നിങ്ങളുടെ നിയോഗം വരും. കട്ടിലോടുകൂടി ഇറക്കിയ ആൾ വരും. കട്ടിലോടുകൂടി ഇറക്കിയ ആൾ സുഖപ്പെടും, പക്ഷെ നിങ്ങൾ സുഖപ്പെടത്തില്ല. നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരും. രണ്ടും രണ്ട് വിഷയമാണ്. നിങ്ങളുടെ നിയോഗം നിങ്ങൾ നിവർത്തിയെടുക്കുന്നതും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരുന്നത് ഒരു വിഷയമല്ല, രണ്ട് വിഷയമാണ്. കാര്യം എന്താ വെച്ചാൽ ഉടമ്പടിക്ക് ലക്ഷ്യമുണ്ട്, മാർഗമുണ്ട്. ഉടമ്പടിക്ക് എന്താ ഉള്ളത്? ഉടമ്പടിയിൽ ലക്ഷ്യം, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന ലക്ഷ്യം എന്താണ്? IELTS പാസ്സാകുക ഒരു ലക്ഷ്യമാണ്. വസ്തു വയ്ക്കുക വേറൊരു ലക്ഷ്യമാണ്. രോഗം സുഖമാക്കുക ഒരു ലക്ഷ്യമാണ് ഉടമ്പടി ലക്ഷ്യം. അതിന് നിങ്ങൾ മാർഗം എന്താ ചെയ്യണത്? നിങ്ങൾ പത്രം കൊടുക്കുന്നു, പേഴ്സണൽ പ്രവർത്തനം ചെയ്യുന്നു, അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, രോഗികളെ സുഖപ്പെടുന്നു, രോഗികൾക്ക് നിങ്ങൾ വസ്ത്രങ്ങൾ കൊടുക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആധ്യാത്മിക ജീവിതം നിങ്ങൾ പരിപോഷിപ്പിക്കുന്നു. അതെല്ലാം മാർഗമാണ്. ലക്ഷ്യം എന്താണ്? IELTS പാസ്സാകുക, അല്ലെങ്കിൽ PR കിട്ടുക, അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് കിട്ടുക, ഇതൊക്കെയാണ് ലക്ഷ്യം. ഇത് നടക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രീൻ കാർഡ് കിട്ടും, നിങ്ങളുടെ വിസ പ്രോസസ്സിങ് കഴിയും, നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലം എല്ലാം കിട്ടും. പക്ഷേ ക്രിസ്തുവിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. അത് തലവായ രോഗിയുടെ അടുത്ത് കെട്ടിയിറക്കുന്ന ആൾക്കാരെ പോലെ ഇരിക്കും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരാൻ പറ്റാതിരിക്കുകയും നിങ്ങളുടെ നിയോഗം വരികയും ചെയ്യണ കാര്യം വെച്ചാൽ നിയോഗം ലക്ഷ്യമായതുകൊണ്ടാണ്. നിയോഗമാണ് ലക്ഷ്യം. ഇവിടെ മാർഗം എന്താണ്? ഉടമ്പടി മാർഗമാണ്. ഇനി ചില ആൾക്കാർക്ക് നേരെ മറിച്ചാണ്. ഉടമ്പടി ലക്ഷ്യമാകും, നിയോഗം മാർഗമാകും. അവിടെയാണ് വിഷയം വന്നത്. ഉടമ്പടി ലക്ഷ്യമാകും. എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത്? എന്താണ്? ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള എഗ്രിമെൻ്റാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ കാര്യം നടന്നാലും നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കർത്താവിനെ നേടുകയാണ് എൻ്റെ ലക്ഷ്യം. ഉടമ്പടി ലക്ഷ്യമാകും. ഉടമ്പടി ലക്ഷ്യമാകുമ്പോൾ മറ്റ് നിയോഗങ്ങളെല്ലാം, വസ്തു വയ്ക്കുക, ഗ്രീൻ കാർഡ് കിട്ടുക, വിസ കിട്ടുക, അതൊക്കെ മാർഗമാകും. അത് എൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ഉടമ്പടി നിൽക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതും കർത്താവിന് വേണ്ടി നിത്യത വരെ നിലനിൽക്കുന്നതും കർത്താവിനെ കൈമാറുന്നതുമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ദൈവമേ, ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഗുഡൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉടമ്പടിയുടെ നിയോഗങ്ങൾ നിങ്ങളല്ല എങ്കിൽ, ഉടമ്പടി ദൈവം നിങ്ങളെ കാണുന്നത് കലേബിനെതിരായിട്ടുള്ള സ്പിരിറ്റോടുകൂടി തിരിച്ചുപോയ ആൾക്കാരായിട്ടാണ്. കാര്യം നിയോഗം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകും. കാര്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം ഉടമ്പടി അല്ലായിരുന്നു, ഉടമ്പടിയിലുള്ള നിയോഗങ്ങളായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഈ ഒരു വ്യക്തിയെ ദൈവം തിരിച്ചറിയണത്, ഇത് നിൻ്റെ നിയോഗം എന്താണ്? ദൈവമാണോ നിൻ്റെ നിയോഗം? ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ്? അത് ദൈവമാണെങ്കിൽ നിൻ്റെ നിയോഗങ്ങളെല്ലാം, ആവശ്യങ്ങളെല്ലാം ഒരു മാർഗമാകുകയേ ഉള്ളൂ. ചില ആൾക്കാർക്ക് മാർഗമല്ല. മാർഗം അവരുടെ ജോലി കിട്ടുക, വീട് പണിയുകയൊക്കെയാണ് അവരുടെ ലക്ഷ്യം. മാർഗമാണ് ഉടമ്പടി. ചിലർക്ക് ക്രിസ്തുവിൽ വളരുന്നതാണ് അവരുടെ ലക്ഷ്യം. അതിന് പറ്റുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളെയാണ് അവർ നിയോഗമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊരു മാർഗമാകുകയേ ഉള്ളൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്കൊരു മാർഗമാകുകയും ക്രിസ്തു നിങ്ങളുടെ ലക്ഷ്യമാകുകയും ചെയ്യുമ്പോൾ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും. ശ്രുതികട ഹല്ലേലൂയ. ഒന്നുകൂടി വായിക്കാം. ശ്രുതികട ഹല്ലേലൂയ. സംഖ്യ 14:24. സംഖ്യ 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല, എന്നാൽ എൻ്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കാലേബിനെ കൊണ്ടുപോകുന്ന പറയണത്, അവൻ്റെ നിയോഗമല്ല കൊണ്ടുപോകണത്, ബൈ പേഴ്സൺ കൊണ്ടുപോവുകയാണ്. ഇതേ വ്യത്യാസം പറയണത്. ആ തറവാട് രോഗിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? കൊണ്ടുവന്ന ആൾക്കാർ മുകളിൽ തന്നെ നിൽപ്പുണ്ട് അവിടെ, ഇല്ലേ? നിയോഗമാണ് താഴെ ഇറങ്ങി വന്നത്. ആ കൊണ്ടുവന്ന ആൾക്കാർ മർക്കോസ് മത്തായിയുടെ 3:2 മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. അവന്മാർ മുഷ്കുള്ളവന്മാരും തണ്ട് രോഗികളൊക്കെയാണ്. വീട്ടുകാരനായിട്ട് തെറിയും പറഞ്ഞവിടെ നിൽക്കുക, മുകളിൽ അവിടെ നിൽക്കുള്ളൂ, ഒരു കുഴപ്പമില്ല. അവന് നിയോഗം നടക്കാനുണ്ട്, പക്ഷെ അവന് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇതാണ് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് സംഭവിച്ചതാണ്. നിങ്ങളുടെ നിയോഗം നടക്കുന്നതോടെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അതാ പറഞ്ഞ കലേബിനെ അവൻ ഒറ്റുനോക്കിയ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കലേബിനെ കൊണ്ടുപോകുന്നവൻ അവൻ്റെ നിയോഗം കൊണ്ടുപോകുന്നല്ലേ പറയണത്. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? നമ്മളും പോകണം,
നമ്മുടെ നിയോഗം കർത്താവിൻ്റെ അടുത്ത് പോകണം. മനസ്സിലായില്ലേ? നമ്മുടെ നിയോഗം മാത്രം പോരാ. നിങ്ങളുടെ മകളെ കാനഡയിൽ വിട്ടാൽ മാത്രം പോരാ, നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലണം. അതാണ് വിഷയം പറയണത്. മകളെ കാനഡയിൽ വിട്ടാലും ഓസ്ട്രേലിയ വിട്ടാലും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നില്ലെങ്കിൽ അവസ്ഥ എന്താണ്? ഈ മുട്ടാളന്മാർക്ക് സംഭവിച്ചവരിക്കും. കണ്ടവൻ്റെ വില വിളിക്കാവുന്നല്ലാതെ വേറെ പരിപാടി നടക്കത്തില്ല. അവർക്ക് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റണില്ല. വിശ്വാസമുണ്ടവർക്ക്, പക്ഷേ വിശ്വാസമുള്ള എല്ലാവർക്കും അവരുടെ നിയോഗം നിറവേറും, പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. വിശ്വാസത്തിന് അങ്ങനെ ഒരു പരിമിതിയുണ്ട്. വിശ്വാസം കൊണ്ട് മാത്രമല്ല എല്ലാം. വിശ്വാസത്തിനടുത്ത കഷ്ടനഷ്ടങ്ങൾ സഹിക്കണം. ആനുകൂല്യങ്ങളില്ലാത്തപ്പോഴും ദൈവത്തെ ഏറ്റവും വലിയ ആനുകൂല്യമായി കണ്ടുകൊണ്ട് ഉടമ്പടി ലക്ഷ്യം ദൈവമാണെന്ന് കരുതണം. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 12:26 എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. ഇതാണ് കർത്താവിൻ്റെ ഒരു മൈൻഡ് സെറ്റ്. ആ വചനം ഒന്നിന് വായിച്ചേ. യോഹന്നാൻ 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ ഏറ്റു പറഞ്ഞേ. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഇതാണ് ഈശോയുടെ ഒരു മൈൻഡ് സെറ്റ്. എന്താണ്? എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഈശോനെ അനുഗമിക്കേണ്ടത്. അല്ലെങ്കിൽ അതാണ് കാലേബിൻ്റെത്. കാലേബ് അന്ത്യം വരെയാണ് അവനെ നയിച്ച അരുവി വ്യത്യസ്തമാണെന്ന് പറയണത്. ചില ആൾക്കാർ നിയോഗം സാധിച്ച് കഴിയുമ്പോൾ അവർ സ്കൂട്ടാകും, വണ്ടി വിട്ട് പോകും. അതാണ് പ്രശ്നം. അവർ നിയോഗം സാധിച്ച് കഴിയുമ്പോൾ ഗുഡ് ബൈ പറയും. അവർ ഗുഡ് ബൈ പറയുമെന്ന് കർത്താവിന് അറിയാം. എന്നാൽ ഈ ഭൂമിയിലുള്ള കാര്യമല്ല, ചാകാതെ കിടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് വെള്ളം കോരി ഒഴിക്കണതിനാണ്. ചാകാൻ പോകുന്നവർക്ക് നമ്മൾ വെള്ളം കൊടുക്കുമല്ല, അത്രയുള്ള ഉദ്ദേശിക്കുന്നത്. പക്ഷെ കർത്താവിൻ്റെ ഉദ്ദേശം അതല്ല. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. അതാണ് നിത്യത വരെ നീ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതിനാണ് നിയോഗം നിനക്ക് ചവിട്ടുപടിയായിട്ട് തരണത്. നിൻ്റെ നിയോഗങ്ങൾ നിത്യതയിലേക്കുള്ള നിൻ്റെ ചവിട്ടുപടി കർത്താവിലേക്ക് കയറി കയറി നിത്യത വരെ പോകുന്നു. അങ്ങനെ നിന്നെ അവൻ്റെ സ്നേഹിതനായിരിക്കുകയും നിത്യതയിൽ അവനായിരിക്കുന്നിടത്ത് നിൻ്റെ നിയോഗങ്ങളെ പ്രതി, അത് കഴിഞ്ഞുള്ള നിൻ്റെ വിശ്വാസത്തെയും ദൈവസഹത്തെയും സുവിശേഷ സാക്ഷ്യജീവിതത്തെയും പ്രതി നീയും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ, കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. നിത്യതയെ സ്നേഹിച്ചാൽ ബാക്കി എല്ലാ നിയോഗങ്ങളും ചേർത്ത് തരും. പിന്നെ ചില നിൻ്റെ നിയോഗങ്ങൾ നടക്കത്തില്ല കേട്ടോ, ഉറപ്പായിട്ട് നടക്കത്തില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് ഈ നിയോഗത്തെ എടുക്കുന്നത്, പിശാചല്ല. ദൈവം എടുക്കണം. കാരണം ദൈവം നോക്കും നിത്യതയ്ക്ക് വല്ല കളങ്കവും വരുക ഇത് നിനക്ക് തന്നാൽ നിൻ്റെ നിത്യത അപകടപ്പെട്ടു പോകുമെന്ന് നോക്കിയാൽ, നിത്യമായിട്ട് ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടാവത്തില്ല, ഈ അനുഗ്രഹം നിനക്ക് തന്നാൽ എന്ന് ദൈവത്തിന് തോന്നിയാൽ അത് വിത്ത് ഹീൽഡാകാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാരുടെ റിസൾട്ട് വിത്ത് ഹീൽഡല്ലേ, അതുപോലെ വിത്ത് ഹീൽഡാവും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നീ അത് റെക്ടിഫൈ ചെയ്യേണ്ടത്, അത് റിപ്പയർ ചെയ്യേണ്ടത്, നിൻ്റെ ഈ നിയോഗങ്ങളുടെ തടസ്സങ്ങൾ നീ റിപ്പയർ ചെയ്യേണ്ടത് ഉടമ്പടിയുടെ വർക്ക്ഷോപ്പ് റിപ്പയറിംഗ് എന്ന് പറയണത് നിത്യതയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അല്ല നീ പോയി ഉടനെ ഞാൻ കുമ്പസാരിക്കാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ ദൈവം എനിക്ക് IELTS ഞാൻ പിന്നെയും ഹിയറിംഗ് തോറ്റതെന്നൊക്കെ പറയരുത്. നീ ഉടമ്പടിയുടെ വർക്ക്ഷോപ്പിലേക്ക് കയറുമ്പോൾ അത് റിപ്പയർ ചെയ്യേണ്ടത് നിത്യതയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് കാര്യം? നിത്യതയെക്കുറിച്ചുള്ള നിൻ്റെ കൺസെപ്റ്റ് എന്താണ്? നീ നിൻ്റെ നിയോഗത്തെക്കാൾ ഉപരി നിത്യത സ്നേഹിക്കുന്നുണ്ടോ?
നിത്യമായ ദൈവത്തിനും കൂടി ആയിരിക്കാനുള്ള 12:26 നീ ദൈവത്തെ പോലെ നീ അത് മാനിക്കുന്നുണ്ടോ? അതും നിനക്ക് മിനിമം പരിപാടി മാത്രമേ ഉള്ളൂ? ഇത് കമ്പം കഴിയുമ്പോൾ കാറ്റ് നിൻ്റെ വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണോ? ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിന്റെ സ്വകാര്യമായ ലൗകികമായ ജഡികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് മാത്രം ദൈവത്തെ നീ കരുവാക്കുകയാണോ? ഉടമ്പടി റിപ്പയർ ചെയ്യേണ്ടത്. നിൻ്റെ നിയോഗങ്ങൾ നടക്കുന്നില്ല, താമസിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി നീ റിപ്പയർ ചെയ്യേണ്ടി വരും. ആ റിപ്പയർ ചെയ്യേണ്ടത് നീ ഉടനെ പോലും ഞാൻ പത്രം കൊടുക്കാത്തത് കൊണ്ടായിരിക്കും, എന്നാൽ പത്രം കൊടുത്തേക്കാം. ഇപ്പം അതിൻ്റെ പേരിൽ ഒരു പുരുവാരം ഉണ്ടായിരുന്നു വേണ്ട. അങ്ങനെ ചില ആൾക്കാർ പത്രം കൊടുക്കണം. പത്രം വല്ലതും ഉണ്ടായി വീട്ടിൽ. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം ഇപ്പോൾ നടക്കാത്ത, വീണ്ടും ഞാൻ തോറ്റേൻ്റെ കാര്യം ചിലപ്പോൾ പത്രം കൊടുക്കാത്തവിടെ ഞാൻ പത്രം കൊടുത്തേക്കാം. അങ്ങനെ നീ ഒരു പ്രേക്ഷിത പ്രവർത്തനയുടെ മിനിമം പ്രോഗ്രാം എടുത്തുകൊണ്ട് ചെറിയ പരിപാടി ഇട്ടുകൊണ്ട് റിപ്പയർ ചെയ്ത് നീ ഉടനെ റിപ്പയർ ചെയ്യേണ്ടത്, കർത്താവെ നിത്യമായിട്ട് നിൻ്റെ കൂടെ ആയിരിക്കാനാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. എൻ്റെ ഉടമ്പടി നിത്യമാണ്, കാലികമല്ല, അതൊരു പ്രാദേശികമായ വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിത്യതയെ, അപ്പോൾ എൻ്റെ പ്രശ്നം നിത്യതയെക്കുറിച്ച് നിനക്ക് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഉടമ്പടി, ചില ആൾക്കാരുണ്ട് ഉടമ്പടിയുടെ തിരി അവിടെ തീർന്നു പോകും, പിന്നെ അവരിവിടെ വരികയൊന്നുമില്ല. ആരെങ്കിലും വിട്ട് ഉടമ്പടി തിരി മേടിപ്പിക്കാൻ നോക്കും. സൂത്രക്കാരുണ്ടല്ലോ, ഉടമ്പടി സൂത്രക്കാർ, എന്തെല്ലാം തരം സൂത്രക്കാരാണ് ഉള്ളതെന്നറിയോ? അവിടെ ഉടമ്പടി തിരി തീർന്നു പോയി. അപ്പോൾ ആരെങ്കിലും പിടിച്ച് നിങ്ങൾ കൃപാസനത്തിൽ പോകണം, എന്നാൽ എൻ്റെ ഉടമ്പടി തിരിയും മേടിച്ചിട്ട് പോയാൽ കിട്ടുമോ? ഇവിടുന്ന് കിട്ടത്തില്ല. നിങ്ങളെവിടുന്ന് ഉടമ്പടി തൈലം ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. ഞങ്ങൾക്കറിയാം ഇത് ഈ ഉടമ്പടി തൈലം തരണം 90 ദിവസത്തേക്കാണ്. അപ്പോൾ ഒരു തുള്ളി അരത്തുള്ളി ഉപയോഗിക്കാൻ പാടുള്ളൊരു ദിവസം. അപ്പോൾ ആ ഉടമ്പടി 3 ഉടനെ നിങ്ങൾ നോക്കും, ഇത് എന്നാണ് ഉടമ്പടി തൈലം എന്നാണ് ഇഷ്യൂ ചെയ്തതെന്ന് നോക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ ഇടി ഉണ്ടാക്കുന്ന ആൾക്കാർ എന്തിനാണ്? ഈ ഉടമ്പടി തൈലത്തിനാണ്. കാര്യം അതല്ലേ വർക്കൗട്ട് ചെയ്യും. ഇപ്പം തന്നെ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ അനിലിൻ്റെ ഒരു മകളുടെ പ്രശ്നം എന്താണ്? ആ ഒരു കുഞ്ഞിൻ്റെ പ്രശ്നം മറ്റേ കുഞ്ഞിൻ്റെ പ്രശ്നമല്ല, തലയുടെ 2 ചെവിയും സുഖപ്പെട്ടതല്ല, വേറൊരു കൊച്ചുണ്ട് അവന്, അത് എപ്പോഴും കിടന്നു പോകണ കൊച്ചാണ്, അതിന് മരുന്നില്ല. അപ്പോൾ അവനെന്താ ചെയ്ത്? അവൻ ഉടമ്പടി തൈലം കൊണ്ടുപോയി അവളുടെ അടിവയറ്റ്, ആ കുഞ്ഞിൻ്റെ അടിവയറ്റിലൊരു കുരിശിട്ട്, അപ്പം സ്റ്റോപ്പായി സംഭവം, അപ്പം സ്റ്റോപ്പായി. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങൾ കണ്ടാണ് അവർ വളരണത്. പക്ഷേ അത് കാരണം ഉടമ്പടി തൈലത്തിന് ഇവിടെ ഇടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കെട്ടുകണക്കിന് കൊടുക്കാം, കാശ് മേടിക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ കൊടുക്കാൻ പറ്റും. കിട്ടുമോ? കിട്ടത്തില്ല. ആ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ ഉടമ്പടി റെഗുലർ ആണെന്ന് നോക്കും. ആദ്യം നിങ്ങൾ പേപ്പർ നോക്കുമ്പോൾ അറിയാമല്ലോ ഉടമ്പടിയിലാണോ ജീവിക്കണമെന്ന് അറിയാൻ പറ്റുമല്ലോ. അല്ല ഉടമ്പടി തൈലത്തിന് വേണ്ടി മാത്രം ആരെങ്കിലും പറഞ്ഞു വിട്ടിരിക്കണമെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് അവിടെ കള്ളത്തടമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ കൃപാസനത്തിൽ തന്നെ ചില ഊളകളുണ്ട്, ബുദ്ധി പോലും ഇല്ലാത്ത, അതായത് കാര്യം ഇപ്പോഴും മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. അവരാരെങ്കിലും വന്ന് നിലപിടിച്ച് കഴിയുമ്പോൾ കൊടുക്കും, ഒരു തിരി കൊടുക്ക്, ഒരു തിടപ്പത്തിൽ കൊടുക്കുക. ഞാൻ എല്ലാത്തിനും ചവിട്ടിക്കറി അവിടെ ചെന്ന് വെച്ചു, എല്ലാത്തിനും. കാര്യം എനിക്കറിയാം, അമ്മ എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കണത്, ഈ വായി നോക്കളൊന്നും ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് പറയും, കാര്യം ഉടമ്പടിയുടെ കാര്യങ്ങൾ അറിയാതെ ചിലപ്പോൾ പുതിയ സ്റ്റാഫ് ഉണ്ടാവും, ബുദ്ധി പോലും അറിയാமல் എടുത്തു കൊടുക്കുക. അങ്ങനെ കൊടുക്കത്തില്ല. അതിൻ്റെ നിയമമെന്ന് പറയണത് ആ ഉടമ്പടി എപ്പോഴാണ് തീരണത്, ഉടമ്പടി വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഉടമ്പടി തൈലം ഉള്ളത്. അതിൻ്റെ ഒരു തുള്ളിയാണ് ഒരു ദിവസം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്കറിയാം, നെക്കിയാൽ ഇങ്ങനെ ആൾക്കാർ കുടഞ്ഞാൽ പോലും അത് വീഴത്തില്ല, ഇതിനകത്ത് വീഴത്തില്ല. അത് അത്രയും വിലയുള്ള കുപ്പിയിൽ ചേരിക്കുന്നുണ്ട്, തുള്ളിയെ ഇങ്ങനെ കുടഞ്ഞാൽ വീഴത്തുള്ളൂ. എന്നിട്ട് അത് മൊത്തം ഇവിടെ ഒഴിച്ചിട്ടിട്ട് നിങ്ങൾ കാലിക്കുപ്പി അടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ആ കുടന കണ്ടിട്ടില്ല, ആമ്പായിട്ട് കുടന കണ്ട ആൾക്കാർ. ഇപ്പം ഞാൻ ചെല്ലും, എന്താ പരിപാടി എന്ന് ചോദിക്കും. അപ്പോൾ ഇത് കുടയുകയാണ്. ഞാൻ 2 തുള്ളിയായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, 2 തുള്ളി, ബാക്കി മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. അതങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. അവർ കൊണ്ടുപോയിട്ട് അവരൊന്ന് തോണ്ടിയാൽ മതി, അപ്പം ദൈവം അവർക്കറിയാം അതിൻ്റെ വില എന്താണെന്ന്. അതനുസരിച്ച് അവർ ജീവിക്കുകയാണ്. ദൈവത്തിനെ മുൻനിർത്തിയാണ്. ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കിതൊന്നും പ്രശ്നമല്ല. ക്രിസ്തു ഇല്ലാതെ ഇങ്ങനെ കുടഞ്ഞിട്ട് കാര്യമില്ല, കൈയുടെ മണി പിടിയാവുന്നല്ല ഒരു കാര്യമില്ല. അപ്പം ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പണി നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംഭവം ക്രിസ്തുവിനെ മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി പ്രോഗ്രാം അല്ല താനും, അത് നിത്യത വരെയാണ്. ഞാനുള്ളിടത്ത് എൻ്റെ സ്നേഹിതനും ഉണ്ടായിരിക്കും. അപ്പോൾ ഉടമ്പടി ചില ആൾക്കാരുണ്ട്, അവർ ഉടമ്പടിയുടെ തിരി തീർന്നു പോയാലും അവർ ഉടമ്പടി തന്നെ ജീവിക്കും. ഉപവാസം കറക്റ്റ് ചെയ്യും, രോഗികളെ പോയി കാണും, അതുപോലെ തന്നെ അവരുടെ വിശുദ്ധ ജീവിതം നയിക്കും, ബൈബിൾ വായിക്കും, പത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അവിടെ തിരി തീർന്നു പോയെന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉടമ്പടി ജീവിതം തീരത്തില്ല. ചില ആൾക്കാരുടെ ഉടമ്പടി തിരി തീരുമ്പോൾ എല്ലാം തീർന്ന്. അങ്ങനെയാണ് തിരിക്രിസ്ത്യാനി എന്ന് പറഞ്ഞ സാധനം. അത് ഇതിനകത്തുണ്ട്, ഉടമ്പടി തിരിക്രിസ്ത്യാനിയുണ്ട്. തിരി തീരുമ്പോൾ അവരും തീരും. ചില ആൾക്കാർ തിരി തീർന്നാലും ഉടമ്പടി തുറന്നുകൊണ്ടിരിക്കും. കാര്യം ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്, അതൊരു ജീവിതമാണ്. അത് തിരികത്തിക്കൽ ഏർപ്പാട് മാത്രമല്ല എൻ്റെ അടുത്തുള്ളത്.
അതൊരു ജീവിതമാണ്. അത് ദൈവത്തിന് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയാണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എന്ന ദൈവിക ജീവിതം അമ്മയുടെ മാധ്യസ്ഥത്തിലെ കാലേബിനെ പോലെ പൂർണ്ണമായി അനുഗമിച്ചുകൊണ്ട് സത്യസന്ധമായി സുവിശേഷത്തിൽ സാക്ഷ്യമാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. കഴിഞ്ഞ ദിവസം ജീവൻ കോശി എന്നും പറഞ്ഞ് ഒരു പൈലറ്റോട് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ആ സാക്ഷ്യത്തിൽ ഒരു കണ്ടന്റ് ഉണ്ട്, അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ജീവൻ കോശി 2016 പൈലറ്റിങ്ങിന് പോയ, വിമാനം ഓടിക്കാൻ വേണ്ടി പഠിക്കാൻ പോയതാണ് സൗത്ത് ആഫ്രിക്കയിൽ. അയാൾ 3 കൊല്ലം പഠിച്ചു. അപ്പം നല്ല പൈലറ്റായിട്ട് 2019 പൈലറ്റായി. അപ്പോൾ ഈ ജീവൻ കോശിക്ക് പത്തനംതിട്ടക്കാരനാണ്. എത്ര വയസ്സുണ്ട്? 21 വയസ്സുണ്ട്. 21 വയസ്സിൽ മനുഷ്യൻ പൈലറ്റായി. പക്ഷെ വിമാനം പറപ്പിക്കാൻ പറ്റണില്ല. എന്താ കാര്യം? അതിന് ഇന്ത്യൻ ലൈസൻസ്, സൗത്ത് ആഫ്രിക്ക പഠിച്ചതല്ലേ. സൗത്ത് ആഫ്രിക്ക പഠിച്ചെങ്കിൽ 15 ദിവസത്തെ എന്തോ പറപ്പിക്കൽ ഇവിടെ പറപ്പിക്കണം ഇന്ത്യൻ വിമാനത്തിൽ. ഇന്ത്യയിൽ വേറെ പരീക്ഷ ഉണ്ട്. എയറോനോട്ടിക് എഞ്ചിനീയറിങ്ങിൻ്റെ വേറെ പരീക്ഷ ഇന്ത്യയിലുണ്ട്. നിങ്ങൾ ഏത് ലോകത്ത് എവിടെ പോയി ഫ്ലൈയിങ് പഠിച്ചാലും നമ്മുടെ രാജ്യത്തിന് ടെസ്റ്റുകളുണ്ട്. പക്ഷെ അത് എഴുതാൻ പറ്റണില്ല പുള്ളിക്ക്. പുള്ളി കോളറൊക്കെ കയറ്റി നല്ല മിടുക്കനായിട്ട് വന്നതാണ്. 21ാമത്തെ വയസ്സിൽ പൈലറ്റായിട്ട് വന്നതാണ്. പുള്ളിയെപ്പോലെ 21ാമത്തെ വയസ്സിൽ പൈലറ്റായ ആൾക്കാർ കുറവാണ്, വളരെ വിരലെണ്ണാനുള്ളത്. ഈ വിരലെണ്ണാനുള്ളതെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? അഹങ്കാരം കൂടി പുള്ളിക്ക്. അത് കാരണം പറപ്പിക്കാൻ പറ്റണില്ല. ഇന്ത്യൻ പരീക്ഷയെല്ലാം തോറ്റു പോവുകയാണ്. അവൻ്റെ അമ്മ പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ പറഞ്ഞ് നിങ്ങളെ കൊണ്ടൊന്ന് ആക്കാൻ ഞാൻ കയറത്തില്ലെന്ന് പറഞ്ഞു. കാരണം ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ട് ഇതൊന്നും ശരിയല്ലെന്ന് തോന്നണമെന്നും. എന്തൊരു ബുദ്ധി! 21 വയസ്സാണ്. ഇത് ടാലി ആകണില്ല പുള്ളിക്ക്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ദൈവം, അപ്പം ദാറ്റ് മീൻസ് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് വരെ ഭയങ്കര ഡാമേജ് ആയിരിക്കുമേ. ഇപ്പം നമ്മളിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ഇങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ എണ്ണിയിട്ട് ദൈവം വല്ല കമ്പ്യൂട്ടറും വെച്ചിട്ടുണ്ടായി ഇതൊക്കെ നോക്കാൻ വേണ്ടി. ആരാണ് ഉടമ്പടി എടുത്തത്, ആരാണ് ഉടമ്പടി എടുക്കാത്തത്, ആരാണ് അതിന് കാര്യം എടുക്കാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ ഈ ബുദ്ധിക്കോമരങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കാടുകയറും. അഹങ്കാരം പെരുത്തിട്ടാണേ. ഉടമ്പടിക്ക് വേണ്ടത് എളിമയാണ് വേണ്ടത്. നിങ്ങളുടെ ബുദ്ധിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മഹാനായ മനുഷ്യൻ കേരളത്തിലെ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുകയാണ്. അത് പറയണത് ഇതാണ്: 1500 കൊല്ലം മുമ്പൊക്കെ എഴുതിയ പുസ്തകങ്ങളല്ലേ, അന്നത്തെ മനുഷ്യൻ്റെ ബുദ്ധിയല്ലേ എന്ന്. പുള്ളി ഏതോ മതത്തെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷേ പുള്ളി മതത്തെക്കുറിച്ചാണ് പറയണത്. മതഗ്രന്ഥങ്ങളെല്ലാം ബുദ്ധിയില്ലാത്തവർ എഴുതിയാണെന്നാണ് പുള്ളി പറയണത്. അപ്പോൾ യവൻ്റെ ബുദ്ധി എന്നുണ്ടായതാണ്? നിങ്ങൾക്കെപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ട് 75 തൊട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. 75, 25, 2000, ഇപ്പോൾ എത്ര? 2023, 43 കൊല്ലമായി. 43 കൊല്ലമായിട്ട് ഞാൻ ഈ പൗലോസ് അപ്പോസ്തലൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇരുന്ന് നിലവിളിക്കും. എന്താ കാര്യം? ഈ 2000 കൊല്ലം കഴിഞ്ഞാലും ഏത് ബുദ്ധിരാക്ഷസം വന്നാലും ഇത് പറയാൻ പാടാണെന്ന്. അത്രയ്ക്ക് അഭിഷേകമാണ്. അവിടെ ചോക്കാണെന്ന് എഴുതുന്നത്. നമ്മൾ വെറും പൗലോസ് അപ്പോസ്തലൻ വെറും ചോക്കാണ്. ആരാണ് എഴുതണത്? പരിശുദ്ധാത്മാവാണ് എഴുതണത്. നിത്യരക്ഷയെക്കുറിച്ചുള്ള ദൈവികമായ രഹസ്യങ്ങളാണ്. ലോകസ്ഥാപനം മുതലുണ്ടായിട്ടുള്ള രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജ്ഞാനങ്ങൾ. ലോകത്തിൻ്റെ ബുദ്ധിമാന്മാരെ അവിടെ കുടിലതന്ത്രങ്ങൾ തന്നെ അവൻ കുടുക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. ബുദ്ധി അല്ല ഇവിടെ ഉപയോഗിക്കണം. ബുദ്ധി വരും ഒരു പട്ടിയുടെ ബുദ്ധിയെ മനുഷ്യൻ ശരിക്കും പറഞ്ഞ് ചില സമയത്തേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. യവൻ എന്താ ദൈവത്തെ അളക്കാൻ പോണത്?